കഴിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെ. വണ്ടി ഓട്ടോ അടിക്കുന്നത് വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ അടിക്കുന്നത് കേട്ടോ. വെള്ളം അടിച്ചിട്ട് ബാക്കിയുള്ള ബാക്കി ഇരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി ഇയാൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു വൈറൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കണ്ട നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അത് കണ്ടു. എന്തോരം ആൾക്കാരുണ്ട്. എന്നെ ഓട്ടം വിളിക്കുന്നില്ല, ഞാനിത് കടം എടുത്ത് വെച്ചോണ്ട വണ്ടിയാണ്. ഹായ് നമസ്കാരം. കഴിഞ്ഞ ദിവസം ഫസ്മിന സക്കീറിന്റെ ഒരു വീഡിയോ കാണുകയുണ്ടായി. ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ഓട്ടോയിൽ കയറി ഇരുന്നിട്ട് അധിക പ്രസംഗം കാണിക്കുന്ന പോലെ ഒരു വൃത്തികെട്ട ഒരു വീഡിയോ ആണ് ഞാൻ കാണുകയുണ്ടായത്. എന്തായാലും ഇത്രയും വൃത്തികെട്ട ഒരു സ്ത്രീ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നമുക്ക് അതിശയം തോന്നുന്നുണ്ട്. ഒരു പാവപ്പെട്ട മനുഷ്യൻ 3 ചക്ര വാഹനവും കൊണ്ട് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച ആ ഒരു സമയത്ത് ഇതുപോലെയുള്ള ഫ്രോഡ് പിടിച്ച സാധനങ്ങൾ ഓട്ടോയിൽ കയറും. ഓട്ടോയിൽ കയറിയിട്ട് എന്തോ കുറെ ഫോളോവേഴ്സും മറ്റേ അതും ഇതും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് അവസാനം എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഉടനെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുക, വണ്ടി നമ്പർ സേവ് ചെയ്യുക, പിന്നെ അതിനെ കുറിച്ചിട്ട് MVDക്ക് മെസ്സേജ് അയക്കുക. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഈ ഒരു ഫസ്മിന എന്ന് പറയുന്ന കുറെ ക്രിമിനൽസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് കഴിഞ്ഞ തവണ ദീപകിന്റെ വിഷയത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. ചുമ്മാണ്ട് പോയ ഒരു മനുഷ്യനെ ഒരു ജീവിതത്തിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാക്കുന്ന രീതിയിലാണ് ഒരു സ്ത്രീ ഷിംഷിത എന്ന് പറയുന്ന സ്ത്രീ കാണിച്ചിട്ടുണ്ടത്. അതേ കാറ്റഗറി തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവരുടെയൊക്കെ ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നത്. ഇവർക്കൊക്കെ എന്തോ കുറച്ച് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ ഇവർ എന്തോ വലിയ മനമറിക്കുന്ന കാര്യങ്ങളാണ് ചെയ്തിരിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് ഇവരുടെയൊക്കെ പെരുമാറ്റങ്ങൾ. ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെ എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവുന്നു. എന്റെ അറിവിൽ തൊടുവിൽ ഒറ്റ സുഡിയോ പണിതിട്ടുള്ളൂ. പിന്നെ ഇയാളുടെ ആരെങ്കിലും വകയിൽ പണിത് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വെള്ളം അടിക്കുന്നതിന് പ്രശ്നമില്ല, വെള്ളം അടിച്ച് വീട്ടിൽ പോയിരിക്കുക. വെള്ളം അടിച്ച് എന്തിനാണ് ഓട്ടോ ഓടിച്ച് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇയാളുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയും പ്രൗഡായിട്ടാണ് അയാൾ പറയുന്നത് വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് ആന്ന് പറഞ്ഞ് വണ്ടി ഓടിക്കാൻ നിൽക്കുന്നത്. സ്റ്റിയറിംഗ് ഇപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് വീഴൂന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. വണ്ടി പോകുന്ന തന്നെ വളഞ്ഞു അപ്പൊ തന്നെ വണ്ടി നിർത്തുന്നു പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പൊ അയാൾ പറയാം ഇല്ല കയറുന്നു. ഞാൻ വണ്ടി കയറിയില്ലേ അപ്പൊ തന്നെ ഈ വീഡിയോ എടുത്തു അവസാനിപ്പിച്ച് അവരുടെ നമ്പർ പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ പറ്റുവാണെങ്കിൽ MVD അല്ലെങ്കിൽ പോലീസ് കാണുവാണെങ്കിൽ അയാളുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ അയാൾ പറഞ്ഞ ഓരോ മുടന്ന് ഞാൻ ഇവിടെ ഓടിക്കുന്നില്ല. KL 38 പിന്നെ അതായത് ഈ ഒരു ഫസ്മിന സക്കീർ എന്ന് പറയുന്ന വ്യക്തി ഒരു ഓട്ടോ പിടിക്കുന്നു. ആ ഒരു ഓട്ടോ കയറിയ സമയത്ത് ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് സ്റ്റുഡിയോയിൽ പോകണമെന്ന്. പക്ഷേ അദ്ദേഹം സ്റ്റുഡിയോ എന്തെന്ന് അറിയത്തില്ല. സ്റ്റുഡിയോ അപ്പം സാധാരണ നോർമലായിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് സ്റ്റുഡിയോ എന്നിനെ വിചാരിക്കും. അപ്പോൾ രണ്ടും രണ്ടാണെന്നുള്ള കാര്യം ചില ആൾക്കാർക്ക് അറിയത്തില്ല. പക്ഷെ ഈ സ്ത്രീ എന്ത് വിചാരിക്കണം, അയ്യോ നമ്മൾ പറഞ്ഞത് ആൾക്ക് മനസ്സിലായി കാണത്തില്ല, എന്തായാലും നമുക്ക് പറഞ്ഞു കൊടുക്കാം, അതൊന്നും കൂടി പറഞ്ഞു കൊടുക്കാമെന്ന് തീരുമാനിച്ച തീരുന്ന പ്രശ്നമാണ്. പക്ഷെ ഈ സ്ത്രീ അങ്ങനെയല്ല കാണിച്ചത്. ആ ഒരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞതിന് സ്റ്റുഡിയോ ആക്കി എന്ന് പറഞ്ഞിട്ടാണ് ആ സ്ത്രീ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തേക്കുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സ്ത്രീ ഇത്തരത്തിലുള്ള ഒരു പോക്കർത്തനം കാണിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. ഒരു മനുഷ്യൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അതും വാടകയ്ക്കാണ് ഒരു വണ്ടി ഇരിക്കുന്നത്, ആ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തത്രപ്പാടെടുക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഫ്രോഡ് പിടിച്ച സാധനങ്ങൾ വന്നിട്ട് ഇങ്ങനെ ചെയ്തു, എന്നെ അങ്ങനെ പറഞ്ഞു, എന്നെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്ന ഒരു ക്രിമിനൽ മൈൻഡുള്ള ഇവരെയൊക്കെ എന്ത് പേര് വിളിക്കണം? ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഈ ഒരു ഓട്ടോക്കാരൻ തന്നെ പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹം ഭയങ്കര കഷ്ടപ്പാടിലാണ്, ബുദ്ധിമുട്ടിലാണെന്ന് ആ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു വീഡിയോ നമുക്ക് ആദ്യം കണ്ടിട്ട് വരാം. പറഞ്ഞിട്ടില്ല ഇത് ഓടിക്കാൻ നടക്കുമ്പോൾ ആൾക്കാർ എന്നെ ഓട്ടം വിളിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ വന്നേക്കുന്നത്. ഞാൻ എന്നാ ചെയ്യണം? പിന്നെ എന്റെ വണ്ടിയിൽ രണ്ടുപേരും ഒന്ന് കയറി. അവരാ വണ്ടിയിൽ കയറിയപ്പോ അവരൊരു സ്റ്റുഡിയോയുടെ കാര്യം പറഞ്ഞു, എനിക്കറിയത്തില്ല. ഒരു ഹോട്ടലിന്റെ കാര്യം പറഞ്ഞു, എനിക്കറിയത്തില്ല. ഞാൻ ഈ അറിയാണ്ട് ഞാൻ അവരോട് പറഞ്ഞു, അപ്പൊ നിങ്ങൾ ഒരു പണി ചെയ്ത് അറിയാമെങ്കിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ തന്നെ അവർ ചോദിക്കുവാണ് ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. വൈകുന്നേരം 7 മണിയായി. ഒരു പറളങ്ങൾ കൂടുതൽ വണ്ടി പോയില്ല. അതിപ്പുറം വണ്ടി ഇവിടെ നിർത്തുകയും ചെയ്തു. ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിച്ചാൽ ജീവിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും കണ്ടാൽ കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുവിടാറുണ്ട്. പ്ലാന്റേഷൻ കിടന്നാണ് ഞാൻ ഓടുന്നത്. അപ്പം ഇങ്ങനെ ഒരു വൈറൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കണ്ട നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അത് കണ്ടു. എന്തോരം ആൾക്കാരുണ്ട്. എന്നെ ഓട്ടം വിളിക്കുന്നില്ല, ഞാനിത് കടം എടുത്ത് വെച്ചോണ്ട വണ്ടിയാണ്. എന്നാ ചെയ്യണേ? എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിള്ളേരറിഞ്ഞു. എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എൻ്റെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. എന്തായാലും ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഈ ഒരു ഫസ്മിന സക്കീർ ആ ഒരു വീഡിയോ മുക്കിയിട്ടുണ്ട്. എന്തിന്റെ ആവശ്യത്തിനാണെന്ന് അറിയില്ല. എന്തിന് ഇങ്ങനെയൊക്കെ മനുഷ്യ സ്ത്രീകളുണ്ടോ? ഇത്തിരിയെങ്കിലും മനസാക്ഷി വേണം. ഒന്നുമില്ലെങ്കിലും അദ്ദേഹം മദ്യപിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനോട് ഇത്രമാത്രം ക്രൂരത കാണിച്ചിരിക്കുന്നത്. ഇപ്പം പറയുന്നുണ്ട് അദ്ദേഹത്തിന് റീച്ചിന് വേണ്ടിയിട്ടും റീൽസിന് വേണ്ടിയിട്ടും ഇത്തരം പോക്കരിത്തരം കാണിക്കുന്ന നിങ്ങളോടാണ് ഈ ഒരു ചോദ്യം. ഈ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ 3 ചക്രമുള്ള വണ്ടിയായിട്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഇച്ചിരി മനുഷ്യത്വം കാണിക്കണം. സ്റ്റുഡിയോ ഏതാന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത മനുഷ്യനാണിത്. അവരോട് ചോദിച്ചപ്പോൾ ആൾ എന്നോട് പറഞ്ഞെന്താ അറിയോ, സ്റ്റുഡിയോ എന്ന് ചോദിച്ചാൽ ഫോട്ടോ എടുക്കാൻ വേണ്ട സ്ഥലമല്ലേ മക്കളെ എന്നാ ചോദിച്ചത്. അവർ പറഞ്ഞു സ്റ്റുഡിയോ എന്ന് പറഞ്ഞു. സ്റ്റുഡിയോ എന്നാ നിങ്ങൾക്ക് അറിയോ? അറിയത്തില്ല.
ഭാവത്തിന് അറിയാൻ എനിക്ക് അറിയാൻ പാടില്ല. എന്തിനാ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണേ? കുറച്ച് മനുഷ്യത്വം കാണിക്കണം. ഇത്രേ പറയാനുള്ളൂ. ഇവിടുത്തെ അയൽവാസി എന്ന നിലയിൽ ഈ ചേട്ടനോട് നമുക്ക് ചോദിച്ചു നോക്കാം, ആ മനുഷ്യൻ മദ്യപിക്കും, ആ മനുഷ്യൻ എന്താണെന്നുള്ളത്. വർഷങ്ങളായിട്ട് ഞാൻ പുള്ളി മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, വെള്ളടിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ വീഡിയോ കണ്ട് പുള്ളി മാനസികമായിട്ട് അങ്ങ് തളർന്നു പോയി. പിന്നെ പലരും ഓട്ടോ വിളിക്കാത്ത രീതിയിലൊക്കെ ഓട്ടങ്ങൾ നഷ്ടപ്പെട്ടു, ആരും ഓട്ടത്തിന് വിളിക്കുന്നില്ല എന്നുള്ള പേരിൽ. കാരണം എത്ര ലക്ഷം ആൾക്കാരാണ് ആ ഒരു വീഡിയോ കണ്ടിരിക്കുന്നത്. ഇവർക്ക് എന്തും തോന്നിയ പാട് വിളിച്ച് പറയല്ലോ, പക്ഷെ അത് മറ്റുള്ളവർക്ക് എങ്ങനെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നു എന്നുള്ള ചിന്ത ഇവർക്കില്ല. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്റെ കാര്യങ്ങൾ നടക്കണം, എന്റെ കാര്യം അങ്ങനെ നടക്കണം. എല്ലാവർക്കും ഒരു ഫോണും കൊണ്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ തീർന്ന പ്രശ്നമാണ് ഇത്. 8912 ഈ വണ്ടി നമ്പർ സഹിതം വെച്ചാണ് ഒരു വീഡിയോ എടുത്തിട്ടേക്കുന്നത്. എന്തിനാ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത്? ഈ മനുഷ്യൻ കുടിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ മദ്യപാനിയാണെന്ന് തെളിയിച്ചാൽ ഈ വണ്ടി അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കാന്നാ ചേട്ടൻ പറഞ്ഞു. കൊടുക്കാം. അതാണ് ഈ മനുഷ്യൻ പറഞ്ഞ ഉറപ്പ്. ഒരു തുള്ളി പോലും മദ്യപിക്കാത്ത മനുഷ്യനെ മദ്യപാനിയാക്കി ചിത്രീകരിച്ചതിന് ഡിഫേമേഷനെതിരെ നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യണം. നിയമപരമായിട്ട് നിങ്ങൾ ഇതിന് മുന്നോട്ട് പോകണം. അതെനിക്ക് പറയാനുള്ളൂ. നിയമപരമായിട്ട് നിയമത്തിന്റെ ഏതറ്റം വരെ പോയാലും ഈ മനുഷ്യന് നീതി കിട്ടുന്ന രീതിയിലേക്കായിരിക്കണം ഇത് ഇനി നീങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊരു പാഠമായിട്ടിരിക്കട്ടെ. ഇതുപോലെ തന്നെയാണ് ഷിംജിതയുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം അവസാനം ഈ ഒരു ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ട് തന്നെ പോയി. അപ്പോഴാണ് ഈ ഒരു ഷിംജിത്ത് ജയിലിൽ നിന്ന് ഇറങ്ങിയതും ഭയങ്കര സന്തോഷപൂർവ്വം സിനിമ കണ്ടിട്ടൊക്കെ തിരിച്ചു വന്നതും. അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നത്. എന്നിരുന്നാലും ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും പറയാണ്ടിരിക്കാൻ തോന്നുന്നത്? ഒരു മനുഷ്യന്റെ ജീവിത മാർഗത്തെയാണ് ഈ സ്ത്രീ ഇല്ലാതാക്കിയിരിക്കുന്നത്. ഈ സ്ത്രീ എത്ര മാപ്പ് പറഞ്ഞെന്നാലും ലോകം മൊത്തം എല്ലാരും അറിഞ്ഞിട്ടുണ്ട്. വണ്ടി ഇവിടെ നിർത്തുകയും ചെയ്തു. ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിച്ചാ ജീവിക്കുന്നത്. അപ്പൊ ആരെങ്കിലും കണ്ടാ കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുവിടാറുണ്ട്. പ്ലാന്റേഷൻ കിടന്നാണ് ഞാൻ ഓടുന്നത്. അപ്പം ഇങ്ങനെ ഒരു വയറിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കണ്ട നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അത് കണ്ടു. എന്തോരം ആൾക്കാരുണ്ട്. എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഞാനിത് കടം എടുത്ത് വെച്ചേക്കുന്ന വണ്ടിയാണ്. എന്നാ ചെയ്യണേ? എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിള്ളേരറിഞ്ഞു. എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എൻ്റെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ടും റീൽസിന് വേണ്ടിയിട്ടും ഇത്തരം പോക്കരിത്തരം കാണിക്കുന്ന നിങ്ങളോടാണ് ഈ ഒരു ചോദ്യം. ഈ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ 3 ചക്രമുള്ള വണ്ടിയായിട്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഇച്ചിരി മനുഷ്യത്വം കാണിക്കണം. സ്റ്റുഡിയോ ഏതാന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത മനുഷ്യനാണിത്. അവരോട് ചോദിച്ചപ്പോൾ ആൾ എന്നോട് പറഞ്ഞെന്താ അറിയോ? സ്റ്റുഡിയോ എന്ന് ചോദിച്ചാൽ ഫോട്ടോ എടുക്കാൻ വേണ്ട സ്ഥലമല്ലേ മക്കളെ എന്നാ ചോദിച്ചതെന്ന്. അവർ പറഞ്ഞു സ്റ്റുഡിയോ എന്ന് പറഞ്ഞു. സ്റ്റുഡിയോ എന്നാ നിങ്ങൾക്ക് അറിയോ? അറിയത്തില്ല. ഭാവത്തിന് അറിയാൻ പാടില്ല. എന്തിനാ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണേ? കുറച്ച് മനുഷ്യത്വം കാണിക്കണം. എന്തായാലും നമ്മുടെ ബൈജൂസ് ബ്ലോഗ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. ആ ചാനൽ എല്ലാവർക്കും അറിയുമെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ഒരു ചാനലിൽ ഇവരെ കുറിച്ചിട്ടുള്ള വീഡിയോ ഒന്ന് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലിപ്പും കൊണ്ട് നമുക്ക് ആദ്യം കണ്ടിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് അദ്ദേഹം ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. ഓട്ടോ ഓടിച്ചത് ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സ്റ്റുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സ്റ്റുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് വെച്ചെന്ന് പറഞ്ഞു. എന്റെ അടുത്ത് ചൂടാവും. ഈ പെൺകുട്ടി സ്റ്റുഡിയോയിലേക്ക് പോകണമെന്ന് പറഞ്ഞ സമയത്ത് ആ പാവം കേട്ടത് സ്റ്റുഡിയോയിലേക്ക് പോകണമെന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ഒരുപാട് സ്റ്റുഡിയോകളുണ്ട്, എവിടെയാണ് പോകേണ്ടത് എന്ന്. അത് അംഗീകരിക്കാനോ അത് മനസ്സിലാക്കാനോ കഴിയാത്ത ഒരു പെൺകുട്ടിയുടെ അനാവശ്യമായ ഇടപെടലായിരുന്നു ഒരാളുടെ ജീവിതം തന്നെ തകർത്ത് കളഞ്ഞത്. അപ്പൊ ഉടനെ തന്നെ അവർ ചോദിക്കുവാണ്, ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. ദൂരം ആൾക്കാരുണ്ട്. എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഞാനിത് കടം എടുത്ത് വെച്ചോണ്ട വണ്ടിയാണ്. എന്നാ ചെയ്യണേ? എന്റെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് അവൾ സ്വയമേ ചിന്തിച്ചെടുക്കുകയാണ്. ആ പാവത്തിന് വയ്യാത്തത് കൊണ്ടാവാം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓട്ടമോടി അതിന്റെ ക്ഷീണമുണ്ടാവാം. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ, എന്താണ് ഒരു വ്യക്തിയുടെ മാനസിക നില എന്ന് പോലും മനസ്സിലാക്കാതെ ഒരച്ഛന്റെ പ്രായമുള്ള വ്യക്തിയോട് കയർത്തുകൊണ്ട് സംസാരിക്കാൻ നിനക്കാരാണ് അധികാരം നൽകിയത്? അച്ഛൻ തൊഴിൽ ടൗണിലൂടെ ഓട്ടം പോയതാണ്. ഓട്ടം പോയപ്പോൾ അവിടെ KSRTC സ്റ്റാൻഡിലാണ് ഓട്ടം പോയത്. അവിടുന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ പെൺകുച്ചാൽ വേറെ ചെറുക്കനുണ്ടായിരുന്നു. 2 വണ്ടിയിൽ കയറിയെന്ന് പറഞ്ഞു. വണ്ടിയിൽ കയറിയിട്ട് സ്റ്റുഡിയോയുടെ അടുത്തുള്ള ഏതോ ഷോപ്പിൽ ഇടാൻ പറഞ്ഞു. അച്ഛന് സ്റ്റുഡിയോ എന്ന പഴയ ആൾക്കാരില്ല, അവർക്ക് സ്റ്റുഡിയോ എന്ന് അറിയത്തില്ല. അച്ഛൻ പറഞ്ഞു വഴി പറഞ്ഞാൽ അത് ഞാൻ അങ്ങോട്ട് കൊണ്ടുവിടാം, സ്റ്റുഡിയോ ആണെങ്കിൽ ഇവിടെ ഒത്തിരി സ്റ്റുഡിയോസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഈ പെൺകൊച്ച് കടന്ന് റേസായി ചൂടായി ഒച്ചയിടുക ചെയ്തതെന്നാണ് പറഞ്ഞു. വണ്ടിയിൽ ഇരുന്നിട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ തൊടുപുഴ ടൗണിൽ കിടന്നിട്ട് സ്റ്റുഡിയോ പറഞ്ഞാൽ അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് റേസ് ആവുക ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ ഉടനെ ചേട്ടൻ കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു 100 മീറ്റർ മാക്സിമം അത്രേ ഉള്ളൂ. അപ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് 2 പേരും ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. എന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക ചെയ്തത്. ഇതാണ് ഉണ്ടായത്. അച്ഛനാണെങ്കിൽ പ്രഷറിന് ഷുഗറിനൊക്കെ മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ്. ഇത് അച്ഛനെ എത്രത്തോളം മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യം. നിനക്കും ഒരു അച്ഛനുണ്ട്. ആ അച്ഛൻ വിഷമിച്ചാൽ എത്രമേൽ സങ്കടപ്പെടും. അതിനേക്കാളൊക്കെ ഉപരി ഒരു പക്ഷേ ഈ മകൻ സങ്കടപ്പെടുന്നുണ്ടാവും. മനുഷ്യൻ പറയുന്നുണ്ട് ഞാൻ ഒരു തുള്ളി മദ്യം കഴിച്ചിട്ടില്ല, ഇനി അഥവാ കഴിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞത് തെളിയിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഈ 1 ലക്ഷം രൂപ ഞാൻ ഫസ്മിന സക്കീറിന് കൊടുക്കും എന്നുള്ള രീതിയിൽ അദ്ദേഹം വെല്ലുവിളിയായിട്ട് വന്നിട്ടുണ്ട്. എന്തവസ്ഥ എന്ന് ആലോചിച്ച് നോക്കേ. ഒരു മനുഷ്യന് കുടുംബം പൊറ്റാൻ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് എന്താ പറയാ കാത്തിരുന്ന അവസാനം ഒരു ഓട്ടം കിട്ടുമ്പോഴത്തേക്ക് ആ ഒരു ഓട്ടം വിളിക്കുന്ന ആൾ തന്നെ
ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള പ്രവണത കാണിച്ചാൽ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും അവസ്ഥ? സത്യം പറഞ്ഞാൽ ഇവളുമാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സമ്മതിക്കണം. ഇത് എന്ത് കണ്ടിട്ട് എന്താണ് സപ്പോർട്ട് ചെയ്യാനുള്ളത് മനസ്സിലാവുന്നില്ല. അത്രമാത്രം ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ആൾക്കാർ എന്തിനാ കൂടി നിൽക്കണമെന്ന് മനസ്സിലാവുന്നില്ല. ഉള്ളത് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നല്ല വീഡിയോസ് ഇടുന്നവർക്ക് പോലും ഇതുപോലുള്ള സ്ത്രീകൾ അപമാനമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഒരാളെ ദ്രോഹിച്ചിട്ടല്ല, സ്വന്തമായിട്ടുള്ള രീതി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കാനും റീച്ച് ഉണ്ടാക്കാനും ഇതുപോലെ ഇറങ്ങിത്തിരിക്കുന്ന സ്ത്രീകൾക്കെതിരെ നിയമ നടപടികളാണ് സ്വീകരിക്കാൻ. കാരണം ഇതിനു മുന്നേ ഈ ഒരു ഫസ്മിനയുടെ വീട്ടിൽ കഞ്ചാവ് വലിച്ചു, അത് വലിച്ചു, ഇത് വലിച്ചു എന്നൊക്കെ പറയുന്ന കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ സത്യമായി ഇവരുടെയൊക്കെ വീടൊക്കെ ഒന്ന് റെയ്ഡ് ചെയ്താൽ അത്രയും നന്നായിരിക്കും. എന്തൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രം എവിടെയൊക്കെ ആണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു പാവപ്പെട്ട മനുഷ്യനെ വെറും റീച്ചിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കോപ്രായത്തിനും കാണിച്ച് ആ മനുഷ്യനെ നാണം കെടുത്തേണ്ട ആവശ്യം ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. എന്തായാലും ഇത് ചെയ്തത് വളരെ തെറ്റാണ്. കാരണം ഇത് വലിയ പ്രശ്നമാകുമെന്ന് കണ്ടതും പിന്നെ ആ ഒരു വീഡിയോ മുക്കിയിരിക്കുന്നു. പക്ഷേ യൂട്യൂബേഴ്സ് വിടോ? ഇവരുടെ വീഡിയോസ് ഒക്കെ നേരത്തെ കൂട്ടി എല്ലാവരും എടുത്തു വെച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ആരും ഇവരെ വിടാൻ സാധ്യതയില്ല. എന്തായാലും ഇതുപോലുള്ള അവളുമാർക്കെതിരെ നല്ല നിയമ നടപടികൾ വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതുപോലെ എത്ര ജീവനാണ് ഇതുപോലുള്ള സ്ത്രീകൾ കാരണം ഇല്ലാണ്ടാകുന്നത് എന്നുള്ള രീതിയിൽ അത് വളരെ മോശമാണ്. എന്തായാലും ഈ ഒരു സ്ത്രീ കാണിച്ചു കൂട്ടിയ കുറച്ച് കോപ്രായത്തിലങ്ങളൊക്കെ വല്ലാത്ത കഷ്ടം തോന്നുന്നുണ്ട്.